സ്വയം തൊഴിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പണം എവിടെ നിന്ന് കണ്ടെത്തും. ഒരു സ്വയം തൊഴിൽ ചെയ്യണമെന്ന് നീ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ഈ പണം എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യം തന്നെയാണ്. ഈ പണം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മളൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കമ്പനിയായിട്ട് അതൊരു ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ട കുറച്ച് രജിസ്ട്രേഷൻസ് ഉണ്ട്. ആ രജിസ്ട്രേഷൻസ് കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇവിടുത്തെ കേരള ഗവൺമെൻറ്റും അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന് പ്രധാനമായിട്ടും വേണ്ട രജിസ്ട്രേഷനുകളാണ്. ഒന്ന്, നമ്മളുടെ ബിസിനസ് എന്താണെന്നുള്ളത് രജിസ്റ്റർ ചെയ്യണം. ആ ബിസിനസ് എന്താണെന്നുള്ളത് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള ബിസിനസ്സാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് ആണോ, LLP ആണോ, പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും രജിസ്റ്റർ ചെയ്യണം. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് GST രജിസ്ട്രേഷനാണ്. ഒരു നിശ്ചിത വിറ്റുവരവിന് മുകളിലുള്ള എല്ലാ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ നിശ്ചിത വിറ്റുവരവിന് മുകളിലേക്ക് നമുക്ക് വരും എന്ന് വിചാരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും GST രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ട്രേഡ് ലൈസൻസ് എടുക്കണം. ട്രേഡ് ലൈസൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കോർപ്പറേഷനിൽ നിന്ന് നമ്മൾ ഒരു ലൈസൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം വരുന്നത് ഷോപ്സ് ആൻഡ് എക്സ്റ്റാബ്ലിഷ്മെൻറ്റ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ലൈസൻസ് ഉണ്ട്. അത് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അത് സംസ്ഥാന തൊഴിൽ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ജീവനക്കാരുടെ തൊഴിൽ സമയം, അവധി, ശമ്പളം തുടങ്ങിയ കാര്യങ്ങൾ അല്ലെങ്കിൽ തുടങ്ങിയ നിയമങ്ങൾ പാലിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈസൻസ് നമ്മൾ എടുക്കേണ്ടത്.